ഗൈസ്, നല്ല കണ്ടന്റ് ഉള്ളതുകൊണ്ടൊന്നുമല്ല ഈ വീഡിയോ ഇടുന്നത്. കണ്ടന്റിന് ക്ഷാമമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ വീഡിയോ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഫൈനൽ ഇയറിലെ ഫൈനൽ സെമിസ്റ്ററിലെ ഫൈനൽ എക്സാം ആണ്. സോ ഐ തോട്ട് ഞങ്ങളുടെ വേഴ്സ്റ്റ് സബ്ജക്ട് വേഴ്സ്റ്റ് എക്സാം അത് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് എഴുതാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. എന്തിനാണ് എല്ലായിടത്തും അതെ, മാഷിനൊന്നും ഒരു കുറവുമില്ല. നോക്കണ്ടെങ്കിൽ എല്ലാവരും മൂട്ടം പാടുക. കുറച്ച് ക്യാമറ പ്രസൻസ് വന്നോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ എന്തോ അവർക്കൊന്നും വേണ്ട പോലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സാം ഹാളിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് വിവരിച്ചു തരാം. ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു വലിയ ഹോളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 20-30 നമ്മുടെ ഇൻസുലേറ്റേഴ്സ് അവിടെ കാണും. ഒരു ടേബിൾ ഷെയർ വരും. നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ എഴുതുന്ന പോലത്തെ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. ഒന്ന് കോപ്പി അടിക്കാന്ന് പോലും നമ്മൾ ചിന്തിക്കരുത്. പിന്നെ പറയാനുള്ളത്, എന്റെ കോഴ്സ് ബിസിനസ് അനലിറ്റിക്സ് ആയതുകൊണ്ടും ഞങ്ങളുടെ ക്ലാസ്സിൽ 120 പിള്ളേരുള്ളതുകൊണ്ടും ഓരോ പോയിന്റ് ഈ 120 പിള്ളേരിൽ 110 പിള്ളേരെങ്കിലും ഇന്ത്യൻസ് ആണ്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എക്സാം എഴുതിക്കത്തില്ല, അടുത്ത വർഷം വല്ലതും വന്ന് എഴുതാം. ഇവിടെ അങ്ങനെയല്ല, പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പോർട്ട് ചെയ്തെന്ന് പിന്നെ തിരിച്ചു വരുന്നതേ ആലോചിക്കേണ്ട ഇങ്ങോട്ട്. ഇനി എക്സാമിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ വളരെ നല്ല പേപ്പറായി. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കൊന്നും എഴുതാനില്ല എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി. അല്ലാണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ വീഡിയോ കണ്ടതുപോലെ എല്ലാവർക്കും പല അഭിപ്രായങ്ങളായിരുന്നു. റിസൾട്ട് വരുന്നത് വരെ